നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രതിപക്ഷത്തായതോടെ CPM നേതാക്കൾക്ക് ഇരിക്കപ്പൊറുതിയില്ലാത്ത അവസ്ഥയാണ്. പഴയ പല കേസുകളും കുത്തിപ്പൊക്കുകയാണ് ഭരണപക്ഷം. 10 വർഷക്കാലത്ത് കിട്ടിയ അടിയുടെ 10 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, പല കോണിൽ നിന്ന് തന്നെ ഭരണപക്ഷത്തുള്ളവർക്ക് സമ്മർദ്ദം കൂടുകയുമാണ്. VD സതീശനൊക്കെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കിട്ടിയതിനൊക്കെ മറുപടി കൊടുക്കുമെന്ന്. അങ്ങനെ മറുപടി കൊടുക്കാനാണ് ഇവർ ഇറങ്ങുന്നതെങ്കിൽ കൃത്യമായ അടി CPM നേതാക്കൾക്ക് കിട്ടും. ഇത് മാത്രമല്ല, പ്രതിപക്ഷത്തായിരുന്നപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും മാത്യു കുഴൽനാടനും ഉൾപ്പെടെ പല നേതാക്കളും അന്നത്തെ പിണറായി സർക്കാരിനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊക്കെ കൃത്യമായ അന്വേഷണം നടത്തിയാൽ ഈ CPM നേതാക്കളിൽ പലരും അഴിക്കുള്ളിൽ കിടക്കും. എടുത്തു പറയുകയാണ്, സത്യസന്ധമായ അന്വേഷണം നടത്തിയാൽ. അല്ലാതെ ചില രാഷ്ട്രീയ കൈകൊടുക്കലുകളും ഡീലിംഗ്സും ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് സത്യസന്ധമായ അന്വേഷണം നടന്നാൽ ഊരാ കുടുക്കിലേക്കാണ് CPMകാർ വീഴാൻ പോകുന്നത്. ഇപ്പോൾ വാസവൻ സഖാവിന് നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ്. അതായത് വാസവൻ സഖാവിന് നേരെ ഇപ്പോൾ വിരൽ ചൂണ്ടുകയാണ് ഭരണപക്ഷം. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന് പിന്നാലെ മുൻ ദേവസ്വം മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VN വാസവനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ അണിയറ നീക്കം എന്നുള്ള ഒരു സൂചന പുറത്തുവരുന്നുണ്ട്. ദേവസ്വം അഴിമതിക്ക് പുറമെ കോട്ടയം ജില്ലയിലെ പഴയ ചില രാഷ്ട്രീയ കൊലപാതകങ്ങളും ദുരൂഹ മരണങ്ങളും മാഫിയ ബന്ധങ്ങളും പുനരന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഇത് വാസവൻ സഖാവിന് അത്ര നല്ലതായിരിക്കില്ല. കൂട്ടത്തിൽ നിന്ന് തന്നെ വാസവന് പിന്നിൽ നിന്ന് കുത്തുകിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ അന്വേഷണവും മുറുകിയാൽ വലിയ തിരിച്ചടിയുണ്ടാകും. വാസവന് ബാർ മുതലാളിമാരുമായുള്ള അവിശുദ്ധ ബന്ധം പരസ്യമായ രഹസ്യമാണെന്ന് CPMന്റെ തോൽവിക്ക് പിന്നാലെ ചേർന്ന കോട്ടയത്തെ പാർട്ടി യോഗത്തിൽ CPMകാർ തന്നെ പച്ചയ്ക്ക് പറഞ്ഞിരുന്നു. ചില ഗുണ്ടാ സംഘങ്ങൾക്ക് വാസവൻ മന്ത്രി ദൈവമാണ് എന്നുള്ള ആക്ഷേപവും അന്ന് ഉയർന്നു വന്നിരുന്നു. സ്വർണ്ണക്കൊള്ള മുതൽ അന്വേഷണം പലത് ആഭ്യന്തര വകുപ്പ് കുത്തിപ്പോക്കുന്നത് വാസവന് അത്ര നല്ലതല്ല എന്നാണ് ഇപ്പോൾ അടക്കം പറച്ചിലുകൾ. കോട്ടയത്തെയും ഏറ്റുമാനൂരിലെയും മാഫിയ ബന്ധങ്ങളെ അറുത്തുമാറ്റാൻ ലക്ഷ്യമിട്ടുള്ള അന്വേഷണം ഉടൻ ആരംഭിക്കണം എന്നാണ് കോട്ടയത്ത് നിന്നുള്ള കോൺഗ്രസ് UDF നേതാക്കളൊക്കെ ആവശ്യപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ അയ്മനത്തെ പഴയ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കണമെന്നാണ് ആവശ്യം. മുൻപ് വിവാദമായ സുധീഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ കൊലപാതക കേസിലേക്കും അന്വേഷണം നീളണം എന്നുള്ള ആവശ്യം പുതിയ UDF സർക്കാരിന് മുന്നിൽ ഉയർന്നിരിക്കുന്നത്. ഇതോടെ ശബരിമല കേസിനൊപ്പം ഈ പഴയ കേസുകൾ കൂടി പൊടി തട്ടിയെടുക്കപ്പെട്ടാൽ കോട്ടയത്തെ ഇടത് കോട്ടകൾ പൂർണ്ണമായും തകരുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ഈ കൊലപാതകത്തിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ട്. അന്ന് ഇതിന് പിന്നിലുള്ള പലരും ശബരിമല കൊള്ളയിലും ഭാഗവാക്കാണ്. ഈ സാഹചര്യത്തിലാണ് ഈ കേസും അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഉയരുന്നത്. കഴിഞ്ഞ LDF ഭരണകാലത്തും ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, VN വാസവൻ എന്നിവരിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നീങ്ങുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ശബരീശന്റെ തിരുവാഭരണങ്ങളിലും ദേവസ്വം സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ ഉരുപ്പടികളുടെ കണക്കുകളിലും വലിയ രീതിയിലുള്ള തിരിമറികൾ നടന്നതായിട്ടാണ് SITയുടെ പ്രാഥമിക വിലയിരുത്തൽ. ഇതിനൊപ്പമാണ് പഴയകാല ക്രിമിനൽ മാഫിയ ബന്ധങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ സർക്കാരിന്റെ കാലത്തും കൃത്യമായ അന്വേഷണം മുൻപോട്ട് പോയേ മതിയാകൂ. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ പറഞ്ഞുകൊണ്ടും സ്വർണം കട്ടതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്നൊക്കെയുള്ള പാട്ട് പാടിയും ഒക്കെ തന്നെയാണ് UDF അധികാരം പിടിച്ചത്. ആ അന്വേഷണം ശക്തമായി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ തിരിച്ചടി അവർ നേരിടേണ്ടി വരും. കാരണം ജനങ്ങൾക്ക് കൊടുത്ത വാക്കായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സത്യസന്ധമായ അന്വേഷണം നടത്തും എന്നുള്ളത്. അത് നടപ്പിലായില്ലെങ്കിൽ UDF സർക്കാരിന് നേരെ വലിയ പൊട്ടിത്തെറികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതുകൊണ്ട് ആ അന്വേഷണത്തിൽ ഒരു തരത്തിലും വെള്ളം ചേർക്കാൻ കഴിയില്ല. മാത്രമല്ല, അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അവിടെയും വലിയ കളിയൊന്നും നടത്താൻ ഇവർക്കും കഴിയില്ല. എന്തായാലും സത്യസന്ധമായി മുൻപോട്ട് പോകുക എന്നുള്ളതാണ് മുന്നിലുള്ള പോംവഴി. അതിന്റെ കൂടെയാണ് ഈ കോട്ടയത്തെ ചില മാഫിയ ബന്ധങ്ങളിലേക്കും മുൻപ് നടന്ന കൊലപാതകങ്ങളിലേക്കുമൊക്കെ ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യം എത്തി നിൽക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഈ പുതിയ പരാതികളും ചർച്ചയായേക്കുമെന്നാണ് സൂചന.
രാഷ്ട്രീയ പദവികൾ നോക്കാതെ സുതാര്യവും കണിശവുമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും നിർണായകമാകുക അയ്മനത്ത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന പഴയ ഒരു രാഷ്ട്രീയ കൊലപാതക കേസാണ്. അന്ന് അധികാര സ്വാധീനവും പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടലും കാരണം ഉന്നതരിലേക്ക് അന്വേഷണം നീളാതെ ഒതുക്കി തീർത്ത കേസായിരുന്നു ഇത്. സുധീഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ കൊലപാതക കേസും പുനരന്വേഷിക്കണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നത് CPM-ന് അത്ര നല്ലതായിരിക്കില്ല എന്ന് ഈ CPM-കാർ തന്നെ പറയുന്നു. ഈ മരണത്തിന് പിന്നിലും കോട്ടയത്തെ ചില പ്രമുഖ ദേവസ്വം ജീവനക്കാരുടെ പരോക്ഷമായ ഇടപെടലുകളും ഒത്തുകളികളും ഉണ്ടായിരുന്നതായി അക്കാലത്ത് ആരോപണം ഉയർന്നിരുന്നു. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കേസ് കൂടി പുനഃപരിശോധിക്കുന്നത് വഴി ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് വളർന്നു വന്ന ദേവസ്വം മാഫിയ സംഘത്തെ പൂർണ്ണമായും പൂട്ടാൻ സാധിക്കുമെന്നാണ് UDF കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത്. എന്നാൽ ഈ കേസുകളെക്കുറിച്ചൊന്നും വാസവൻ അറിവില്ല. ദേവസ്വം മന്ത്രിയായ ശേഷമുള്ള വാസവന്റെ ഇടപെടലുകളാകും പരിശോധിക്കുക. എന്നാൽ അവിടെയും വാസവന് പണി കിട്ടാൻ പോകുന്നത് വാസവന് ബാർ മുതലാളിമാരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട്. ബാർ മുതലാളിമാരുമായി ബന്ധം വരുമ്പോൾ വാസവന് ചില ഗുണ്ടാ ബന്ധങ്ങളും ഉണ്ട്, ചില മാഫിയ സംഘങ്ങളുമായിട്ടും ബന്ധമുണ്ട് എന്നുള്ള തരത്തിലാണ് വിമർശനങ്ങൾ. അത് കോട്ടയത്തെ CPM-കാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അടുത്തിടെ നടന്ന CPM കോട്ടയം ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ VN വാസവനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കടുത്ത ആഭ്യന്തര വിമർശനം ഉയർന്നിരുന്നു. മന്ത്രിയും പേഴ്സണൽ സ്റ്റാഫും അണികളെയും ജനങ്ങളെയും അകറ്റി നിർത്തിയതാണ് തിരുവാർപ്പ്, അയ്മനം, കുമരകം പ്രദേശങ്ങളിൽ പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ ചോരാൻ കാരണമായതെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പങ്കെടുത്ത യോഗത്തിൽ പ്രതിനിധികൾ തുറന്നടിച്ചത്. പാർട്ടിക്കുള്ളിൽ പുകയുന്ന ഈ ആഭ്യന്തര കലാപത്തിന് തൊട്ടുപിന്നാലെയാണ് ദേവസ്വം സ്വർണ്ണക്കൊള്ളയും പഴയ കൊലക്കേസുകളും വാസവനെ ലക്ഷ്യമിട്ട് ആഭ്യന്തര വകുപ്പ് സജീവമാകുന്നത്. ശബരിമലയിലെ സ്ട്രോങ് റൂമുകളിലെ പഴയ രജിസ്റ്ററുകളും സ്വർണം തൂക്കി തിട്ടപ്പെടുത്തിയതിലെ രേഖകളും SIT ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുൻ ദേവസ്വം മന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നതിലൂടെ സ്വർണ്ണക്കടത്തിന്റെ തെളിവുകൾ ലഭിക്കും എന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് കോടിക്കണക്കിന് ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ സ്വർണ്ണക്കേസും മറുവശത്ത് പഴയ ക്രിമിനൽ കേസുകളുടെ പുനരന്വേഷണവും ഒരുമിച്ച് വരുമ്പോൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകുമെന്നുറപ്പാണ്. ഇതിന്റെ കൂടെയാണ് വാസവന്റെ കോട്ടയത്തെ ചില ഇടപാടുകൾ കൂടി പാർട്ടിക്കാർക്ക് തന്നെ അവമതിപ്പുണ്ടാക്കിയതും അവരത് പച്ചയ്ക്ക് ചർച്ചയാക്കിയതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായ സമ്പൂർണ്ണ പരാജയം വിലയിരുത്താനായി ചേർന്ന CPM കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെ നിശ്ചിത വിമർശനം ഉയർന്നത്. മറ്റ് ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെയായിരുന്നു വിമർശനമെങ്കിൽ കോട്ടയത്ത് ജില്ലാ നേതാക്കളുടെ ജനവിരുദ്ധ രീതികളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു VN വാസവന് ബാർ മുതലാളിമാരുമായുള്ള അവിശുദ്ധ ബന്ധം ചർച്ചയായത്. അത് പരസ്യമായ രഹസ്യമാണെന്നും ജില്ലയിലെ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് ഇക്കൂട്ടരായിരുന്നുവെന്നും വിമർശനം ഉയർന്നു വന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പോലും ബാർ മുതലാളിമാരായിരുന്നു മുന്നിലെന്നും മണ്ഡലത്തിൽ നടത്തിയ ഗാനമേളയും മറ്റു പരിപാടികളും ഒന്നും പാർട്ടിയുമായി ആലോചിക്കാതെ നടത്തിയതാണെന്നും ചിലർ വിമർശിച്ചു. വാസവൻ ഫാൻസ് അസോസിയേഷനായി ജില്ലാ കമ്മിറ്റി മാറിയെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം സംസ്ഥാന നേതൃത്വത്തിനു മുന്നിൽ മറച്ചുവെച്ചുവെന്നും ചില ജില്ലാ അംഗങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത്. കൂണുപോലെ പൊന്തിയ ബാറുകൾ പരമ്പരാഗത ചെത്ത് വ്യവസായത്തിനും ഷാപ്പുകൾക്കും ഭീഷണിയായെന്നും ഇതിലൂടെ ഉപജീവനം കണ്ടെത്തിയ നല്ലൊരു വിഭാഗം ആളുകൾ ഇതോടെ പാർട്ടിക്കെതിരായെന്നും അഭിപ്രായമുണ്ടായി. കുമരകം, തിരുവാർപ്പ് പോലുള്ള പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും UDF സ്ഥാനാർത്ഥിക്ക് വൻ ലീഡ് ലഭിച്ചത് പാർട്ടിക്കാർ തന്നെ വോട്ട് മാറ്റി ചെയ്തതിന് തെളിവാണെന്നും നേതാക്കന്മാർ സാധാരണ പ്രവർത്തകരിൽ നിന്ന് അകന്നുവെന്നും വിമർശനമുയർന്നു. കോട്ടയത്തെ അനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചുവെന്നും അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ ആക്കം കൂട്ടിയത് ചാനൽ ചർച്ചകളാണെന്നും ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. അനിൽകുമാറിന് മോശം ഇമേജ് ഉണ്ടാക്കിക്കൊടുത്തത് ചാനലുകളാണെന്നും ഇനി മുതൽ എല്ലാ ചാനൽ ചർച്ചകളിലും നേതാക്കൾ പോകേണ്ടതില്ല എന്നും അഭിപ്രായമുണ്ടായി. പാർട്ടി ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചും വലിയ എതിർപ്പ് അംഗങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ജില്ലാ സെക്രട്ടറി സജീവമല്ലായിരുന്നുവെന്നും പേരിനു വേണ്ടി മാത്രമാണ് ചില യോഗങ്ങളിൽ പങ്കെടുത്തതെന്നും വിമർശനം വന്നു. ജില്ലയിലെ സംസ്ഥാന നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും പാർട്ടിയെ ബാധിക്കുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. പിണറായി വിജയൻ ഇത്തവണ മത്സരിക്കരുതായിരുന്നുവെന്നും പുറത്തുനിന്ന് തെരഞ്ഞെടുപ്പ് നയിക്കുന്നതായിരുന്നു നല്ലതെന്നും ഒരംഗം പറഞ്ഞു.
മത്സരിച്ച് ജയിച്ച PB അംഗമുള്ളപ്പോൾ മറ്റൊരാളെ പ്രതിപക്ഷ നേതാവാക്കുന്നത് ശരിയല്ലെന്നും അതിനാൽ പിണറായി ആ സ്ഥാനത്ത് തുടരട്ടെ എന്നുമുള്ള നിലയിൽ ചർച്ചകൾ വരികയും എന്നാൽ അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ചില അംഗങ്ങൾ ഈ തീരുമാനത്തെ പൂർണ്ണമായും എതിർക്കുകയായിരുന്നു. MV ഗോവിന്ദന്റെ പെരുമാറ്റ രീതികളും അയ്യപ്പ സംഗമം നടത്തിയതുമൊക്കെ തിരിച്ചടികളായി എന്നായിരുന്നു അന്നത്തെ ആ പാർട്ടി യോഗത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നേതാക്കൾ വിമർശനം ഉന്നയിച്ചത് VN വാസവന് നേരെയായിരുന്നു. വാസവന് ബാർ മുതലാളിമാരുമായി എന്താണ് ബന്ധമെന്നും ജില്ലയിലെ കാര്യങ്ങളിൽ ബാർ മുതലാളിമാർ എന്തിന് തീരുമാനമെടുക്കുന്നുവെന്നും അവർക്ക് ഈ വോയിസ് കൊടുത്തത് ആരാണെന്നും അവർക്കിടം കൊടുത്തത് ആരാണെന്നും എല്ലാത്തിനും പിന്നിൽ വാസവന്റെ കളികളായിരുന്നുവെന്നും ബാർ മുതലാളിമാരെ സുഖിപ്പിച്ച് വാസവൻ ലക്ഷങ്ങൾ പോക്കറ്റിലേക്ക് എത്തിച്ചു എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങളായിരുന്നു ശക്തമായി ഉയർന്നു വന്നത്. ഇവിടെയാണ് ഈ ബാർ മുതലാളിമാരുമായി വാസവനുള്ള ബന്ധം ഗുണ്ട മാഫിയ ബന്ധങ്ങളിലേക്കും പോയി എന്നും ഇതൊക്കെ തിരിച്ചടിച്ചു എന്നും വലിയ വിമർശനം വന്നു. അതായത് ജില്ലയിലെ പല കാര്യങ്ങളിലും ഈ ഗുണ്ടാ സംഘങ്ങൾ ഉൾപ്പെടെ ഇടപെടുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അവർക്ക് ഒരു വിഹാര കേന്ദ്രമായി കോട്ടയം മാറി. ഈ ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കാൻ പോലും പോലീസിന് ഭയമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. കാരണം വാസവന്റെ സംഘം എന്നുള്ള ഒരു വ്യാഖ്യാനം ഈ ഗുണ്ടാ ബന്ധത്തിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പോലീസുകാർ പോലും ഈ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ പലപ്പോഴും കേസെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് നിന്നു. ഇതെല്ലാം തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള പാർട്ടിക്കാരുടെ തന്നെ വിമർശനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് വാസവൻ ചില കൈവിട്ട കളികൾ കളിച്ചു എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒരു അന്വേഷണത്തിൽ പിടിമുറുക്കുമ്പോൾ ഈ മാഫിയ ബന്ധങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ഒക്കെ അന്വേഷണം നീളുമ്പോൾ ഈ മാഫിയ ബന്ധത്തിന്റെ പേരിൽ ഈ മാഫിയ സംഘങ്ങളുമായി എന്തെങ്കിലും ഒരു അടുപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീലിങ്സുകൾ വാസവന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. വാസവന് അതോടെ തന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടി വരും. ഇത് മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വാസവൻ എന്തെങ്കിലും പങ്കുണ്ടെങ്കിലും അത് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ബാർ മുതലാളിമാരുമായിട്ട് എന്തൊക്കെ ഡീലിങ്സ് നടന്നിട്ടുണ്ട് എന്നുള്ളതും വരും കാലത്ത് അതിൽ അന്വേഷണം മുറുകുമ്പോൾ അതും ഇവർക്ക് ഏണിയാകുന്ന കാര്യമാണ്. കാരണം മുൻപ് ഒരു നിയമസഭ കത്തിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് KM മാണിക്കെതിരെ. അപ്പോൾ അക്കൂട്ടർ ഭരണപക്ഷത്തിരുന്നപ്പോൾ ബാർ മുതലാളിമാരുമായിട്ടുണ്ടായ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയൊക്കെ കണക്കെടുപ്പും അന്വേഷണവും ശക്തമായി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വാസവന്റെയും മറ്റു ചില നേതാക്കളുടെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.